ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ഹോൾ അല്ലെങ്കിൽ റിവ്യൂ ഒന്നുമല്ല. നമ്മൾ ഇന്നൊരു ഫുഡ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡ് കളർ ഫുഡ് ഫോർ 24 hours. നമ്മൾ ഈ ഡേ ഫുള്ള് നമ്മൾ റെഡ് കളർ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചലഞ്ച് എങ്ങനെയായി തീരും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സംസാരിച്ച സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ, അപ്പോൾ നമ്മുടെ ഫുഡ് ചലഞ്ച് തുടങ്ങാൻ പോവാണ്. പിന്നെ ദോശ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. റെഡ് കളർ ദോശയും റെഡ് കളർ ചമ്മന്തിയാണ് കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9:45 അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ഒരു 12 ആകുമ്പോഴത്തേക്ക് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷം പറയാം. ഇത് നമ്മുടെ വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചി ഇട്ടൊരു റെസിപ്പിയാണ്, ടൊമാറ്റോ ദോശ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണെന്ന് ട്രൈ ചെയ്തത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ചപ്പാത്തി ബീറ്റ്റൂട്ട് ഇട്ട് റെഡാക്കാമെന്ന്. പക്ഷേ ബീറ്റ്റൂട്ട് ഇല്ലായിരുന്നു. നമുക്കിതൊരു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാം ഭയങ്കര റെഡായിട്ട് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് റെഡ് തന്നെ വേണമെന്ന് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും റെഡ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഓറഞ്ച് ഒരു റെഡായിരിക്കും, ഒന്നെങ്കിലും റെഡായിരിക്കും. അപ്പോൾ എന്തായാലും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. പിന്നെ രാവിലെ എണീറ്റാൽ ചായ എനിക്ക് എന്തായാലും വേണം. അതുപോലും കുടിക്കാതെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കണം. അതെന്തായാലും ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്, ഒരു മണിയാകാൻ പോകുന്നു. നമുക്ക് ലഞ്ച് കഴിക്കാം. നല്ല മഴയാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. നിന്ന് പെയ്തുകൊണ്ടിരിക്കുക, കുറയുന്നേയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിന് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളിച്ചോറാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാൻ അത്ര വലിയ റെസിപ്പി ഒന്നുമല്ല, സാധാരണ തക്കാളിച്ചോറാണ്. അതിൻ്റെ ഞാൻ വീണ ചേച്ചിയുടെ വീഡിയോസ് നോക്കിയിട്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രാവിലത്തെ തക്കാളി ദോശയുടെ ഞാൻ റെസിപ്പി കൊടുത്തേക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് റെഡ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ റൈസാണ്. ഇത് ഏകദേശം റെഡായി വന്നിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടത് നമുക്ക്, അതും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴും നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അന്നേരം ജ്യൂസും എല്ലാം കുടിക്കാം. രാവിലെ എനിക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴ ആയതുകൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു. സോ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്തായാലും കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്കുള്ള ജ്യൂസ് ഇപ്പോഴേ അടിച്ചു വെക്കാം. കറണ്ടിൻ്റെ കാര്യമായതുകൊണ്ട് എപ്പോൾ പോകും എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ജ്യൂസ് കുടിക്കാൻ നേരത്തെ കാണാം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മൾ ഇതുവരെ ഫുഡൊക്കെ റെഡാണ് കഴിച്ചത്. ഇനി നമ്മൾ
ചെറിയൊരു സ്വീറ്റ് കഴിക്കാൻ പോവാണ്. സ്വീറ്റ്സ് വേറെ ഒന്നല്ല, നമ്മുടെ റെഡ് കളർ ചെറിയാണിത്. അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് നമുക്കിനി ജ്യൂസ് കുടിക്കാൻ നേരത്തെ കാണാം. സത്യം പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ, കാരണം നല്ല തണുപ്പാണ്. ജ്യൂസൊന്നും കുടിച്ചില്ലെങ്കിൽ നമുക്ക് ദാഹിക്കത്തില്ല. പക്ഷേ നമ്മൾ ചായ ഒന്നും കുടിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് കുടിക്കാം. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4:45 അപ്പോൾ ചായ കുടിക്കേണ്ട സമയമാണ്. പക്ഷെ നമ്മൾ ചായ കുടിക്കുന്നില്ല. അതിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചു, എന്നിട്ട് ഞാൻ കുടിച്ചില്ല. അതിന് കാരണം ഒരു വലിയ അബദ്ധം പറ്റി. ഞാൻ അനാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, റെഡ് കളറല്ലേ. അപ്പോൾ അനാറ് ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വിചാരിച്ചു വിശക്കുന്നില്ല, അപ്പോൾ നമുക്ക് എന്നാൽ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അനാറ് ജ്യൂസ് അടിച്ചപ്പോൾ അനാറിൻ്റെ കളർ മാറിയത് വൈറ്റ് കളറായി. അയ്യോ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട്, എന്തായാലും വൈറ്റ് ആയില്ല, കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ അനിയത്തിക്കും അമ്മയ്ക്കും കൊടുത്തു. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, അത് കുടിക്കാൻ പറ്റില്ലല്ലോ. അതാണത് കാണിക്കാഞ്ഞത്. ഞാൻ വിചാരിച്ചത് ജ്യൂസൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അകത്ത് ഒട്ടും ലൈറ്റില്ല, മഴ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. നമുക്ക് അനാറ് കഴിക്കാനും പറ്റിയില്ല. കഴിച്ചു, ഞാനൊരു 10 അല്ലി എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇപ്പോൾ എനിക്ക് ചായ കുടിക്കേണ്ട ടൈം ആയതുകൊണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മളിപ്പോൾ ഒന്നും ഒന്നുമില്ല. ഞാൻ ചെറി കഴിച്ചായിരുന്നു, അത് കഴിച്ചു. ഇനി നമുക്ക് വൈകിട്ട് ഡിന്നർ കഴിക്കാൻ നേരത്ത് കാണാം. എന്തായാലും ഇടനേരത്ത് കഴിക്കാൻ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഡിന്നർ കഴിക്കാൻ നേരത്ത് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ജ്യൂസ് തരംഗം അല്ലെങ്കിൽ ജ്യൂസിൻ്റെ പ്ലാൻ ചീറ്റിപ്പോയതുകൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. മഴയായിരുന്നു, പിന്നെ നല്ല തലവേദന, തീരെ വയ്യ എനിക്ക്. എങ്കിലും എനിക്ക് ഇത് തീർക്കണം എന്നുണ്ടായിരുന്നു. ഇവിടെ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞു എന്തെങ്കിലും എടുത്ത് കഴിക്കുക, ചോറെടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് എങ്ങനെയെങ്കിലും തീർക്കണം. കാരണം നമുക്കൊരു വയ്യാഴിക വരുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം അത് ഇട്ടിട്ട് പോകണം ശരിയല്ലല്ലോ. അപ്പം ഞാൻ നമ്മുടെ ചലഞ്ച് ഇവിടെ ഡിന്നർ കഴിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഡിന്നറിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ചൂട് ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നോറിൻ്റെ സൂപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വയ്യാതെ കിടന്ന് ഞാൻ എണീറ്റ് പോയി. പിന്നെ 2 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു ചലഞ്ച് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ ചലഞ്ചസിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിലോ ഇനിയും കളേഴ്സ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഫുഡ് ചലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചായ, അതേപോലെ ചോറ്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ കാര്യമേ അല്ല. ഇടയ്ക്കൊരു വൈകിട്ടൊക്കെ ആയ ടൈമിൽ എനിക്ക് തീരെ വയ്യായിരുന്നു. ഇനിയും ചലഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം ചായ കുടിക്കാഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചും അതിനൊരു കാരണമായി. എന്തായാലും ഞാൻ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ഫൺ വീഡിയോ ആയിട്ട് വരണ വരെ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.